പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉള്ളിൽ സന്തോഷം. ഉള്ളിൽ സന്തോഷം നഷ്ടപ്പെടുന്നത് ആത്മാവ് നഷ്ടപ്പെടുമ്പോഴാണ്. ആത്മാവ് ഇല്ലാതെ വരുമ്പോഴാണ് എന്ത് ചെയ്തിട്ടും ഒരു യന്ത്രമായിട്ട് നമ്മൾ പോകാൻ കാരണം. എൻ്റെ ഉള്ളിൽ നല്ലൊരു സന്തോഷം, ആത്മീയമായ ഒരു സന്തോഷം ലഭിക്കുന്നു. മറ്റുള്ള സന്തോഷങ്ങൾ എന്നും നിലനിൽക്കണമെന്നില്ല. ആത്മീയമായ സന്തോഷം നിനക്ക് ലഭിക്കണമെങ്കിൽ ആത്മാവുണ്ടാകണം. അതാണ് ശിഷ്യന്മാർക്ക് ലഭിച്ചത്. ശിഷ്യന്മാർ അതുകൊണ്ടാണ് ആ സന്തോഷത്തിലാണ് ഇറങ്ങിത്തിരിച്ചത്. നമ്മൾ എന്ത് ചെയ്തിട്ടും, അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും, എന്ത് കാര്യങ്ങൾ നേടിയിട്ടും എനിക്ക് സന്തോഷമില്ലെങ്കിൽ ചിന്തിച്ചു നോക്കുക, എന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പാപാവസ്ഥകൾ നിമിത്തം എന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാകില്ല. ജീവിച്ചു പോകുന്നുള്ളൂ. മരിച്ചു ജീവിക്കുക എന്ന് പറയാം. സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുന്ന വ്യക്തികളായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? മരിച്ചു ജീവിക്കാനല്ല, സന്തോഷിച്ച് ജീവിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്.